ശ്രീ ഫക്രുദ്ദീൻ, മലയാളത്തിൻ്റെ ചിരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു മലയാള സിനിമ. ആ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പം വിജനമായിട്ട് കിടക്കുകയാണ്. മലയാള സിനിമയുടെ കട്ടെടുത്ത് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് വളരെ ജീവിതഗന്ധിയായുള്ള കുറേ സിനിമകൾ. അത് എനിക്ക് തോന്നുന്നു ഒരു അന്നത്തെ ഒരു നിയോ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഫ്രഞ്ച് സിനിമകളുണ്ടല്ലോ, അതൊക്കെ പിന്നെയാണ് കേരളത്തിൽ വന്നെങ്കിൽ ഏതാണ്ട് ആ സ്വഭാവം കാണിക്കുന്ന, എന്നാൽ ബോളിവുഡിനെ കോപ്പി അടിച്ചിട്ടുള്ള സിനിമകളായിരുന്നു ജീവിത നൗക പോലുള്ള സിനിമകൾ. അതൊക്കെ ഇപ്പോഴും ക്ലാസിക്കുകളാണ്. അത് പുതിയ കുട്ടിയൊക്കെ അറിയില്ല, നമ്മുടെ കാലത്ത് അത്. അന്നൊക്കെ മലയാള സിനിമ നിർത്തീകരിച്ചെന്ന് വെച്ചാൽ തമിഴ്നാട് മൊത്തം മദ്രാസിലായിരുന്നല്ലോ. മദ്രാസ് 3 സ്റ്റുഡിയോസ് ഉണ്ട്, AVM, ഭരണി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് കൊണ്ട് സീമ വന്നത് ശശിയേട്ടൻ ഭരണിയിലാണ്. അങ്ങനെ അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റുഡിയോസ് ഉണ്ട്. അല്ല, ആ തമാശയ്ക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. അതെ അതെ. പക്ഷെ അത് ആ പഴയ സിനിമ കാണാത്തവർ, അതായത് അവളുടെ രാവുകൾ സിനിമ കാണാത്ത ഒരാൾക്ക് ചിലപ്പോൾ ആ പാട്ടിൻ്റെ ആസ്വദിക്കാൻ പറ്റും. ഇത് അവളുടെ രാവുകളിലല്ല, ഇതിന് മറ്റേ സിനിമ നാടോടിക്കാറ്റിൽ. അല്ല, നാടോടിക്കാറ്റ് അല്ല, സീമയെ കാണുമ്പോഴേ ശ്രീനിവാസന് ആ പാട്ടാണ് ഓർമ്മ അല്ല. വരുന്നത്. ഈ അവളുടെ നാവുകൾ ഇപ്പം കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു പഴയ ഒരു ആർട്ട് സിനിമ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അന്നങ്ങനെ സിനിമയുടെ കണ്ട ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് മലയാള സിനിമ എടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പകൽ ഷൂട്ട് ചെയ്യും, രാത്രി ഈ സെറ്റ് ഒഴിഞ്ഞു കൊടുക്കും. അവിടെയാണ് മലയാള സിനിമ ഷൂട്ട് ചെയ്തോണ്ട് ആ കാലഘട്ടത്തിൽ രാത്രിയായിരുന്നു. പിന്നെ അത് മാറി, പിന്നെ മലയാളത്തിൽ വന്നത് സെക്സ് തരംഗമാണ്, ലൈംഗികതയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ. അതിപ്പോൾ അത് ക്ലാസിക് സിനിമകളാണ്, ഭരതൻ്റെ സിനിമകൾ ക്ലാസിക് സിനിമകളാണ്. പക്ഷേ അതിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇത് ആളുകൾ കണ്ടത് ഈ പറയുന്ന ബി ഗ്രേഡ് സിനിമകൾ എന്ന രീതിയിലാണ്. ആ ഒരു കാലഘട്ടം കുറേ കാലം നിന്നിരുന്നു, 70-കൾ 80-കളൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പ്രിയദർശൻ സിദ്ദിഖ് ലാൽ വന്നതോടുകൂടിയാണ് തമാശ സിനിമകൾ എന്ന രീതിയിൽ മലയാള സിനിമകൾ വന്നു തുടങ്ങിയത്. അതോടുകൂടി മലയാള സിനിമ പെട്ടെന്നൊരു ജോണർ ഉണ്ടാവുകയും അത് ഈ പല സിനിമകളും മറ്റു പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ഭയങ്കര ഹിറ്റായി. സത്യത്തിൽ മലയാള സിനിമയ്ക്ക് ഇടക്കാലത്ത് വന്ന് ചീത്തപ്പേര് മാറ്റിയ സിദ്ദിഖ് ലാലും പ്രിയദർശനും കൂടിയിട്ടാണ് ഈ ഇരുന്ന് ചിരിക്കാവുന്ന സിനിമകൾ. അപ്പം ആ ഒരു കാലഘട്ടമായിരുന്നു. ഏതാണ്ട് 2000-2010 വരെയൊക്കെ അതങ്ങ് നിന്നു. ദിലീപൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് കയറിയിരുന്നത്. ദിലീപ് ശരിക്കും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ദിലീപ് സംവിധായകൻ ആരായാലും ജോഷി സാറിൻ്റെ സിനിമ വെച്ചിട്ട് ബാക്കി ഒരു ഇതല്ല. ജോഷി സാറിൻ്റെ സിനിമ ഇപ്പോൾ റൺവേലൊക്കെ ആണെങ്കിലും അവതാരം എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു, അതിൽ മാത്രമാണ് ദിലീപ് കോമഡി തീരല്ലാത്തൊരു ക്യാരക്ടറാണ്. ബാക്കി റൺവേയിൽ പോലും ദിലീപിൻ്റെ കുറേ തമാശകളുണ്ട്. അപ്പം ദിലീപിൻ്റെ സിനിമകളാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ മോഹൻലാൽ ഇടയ്ക്ക് പ്രിയദർശൻ്റെ കൂടെ, പ്രിയദർശനും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻസ് കുറേ സിനിമകൾ വന്നല്ലോ, കാക്കക്കുയിൽ, അറബി ഒട്ടവും മാധവൻ നായരും. പിന്നെ സിദ്ദിഖ് ലാൽ മൂപ്പരാഷ്ട്രീയം പോകുന്നു, റാഫിയും മക്കാട്ടിയും വരുന്നു, പിന്നെ ഷാഫി വരുന്നു. അങ്ങനെ എന്താ ഒരു ഫീൽ ഗുഡുള്ള സിനിമകളായിരുന്നു എല്ലാ സിനിമകളും. അതിനൊരു മാറ്റം വരുന്നത് എനിക്ക് തോന്നുന്നു 2015-16 ശേഷം ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമായതോടുകൂടി. ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമായതോടു കൂടിയിട്ട് 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. പല ഈ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടി, അപ്പോൾ ഇൻ്റർനാഷണലുള്ള പല സിനിമകളും ഇവിടെ പുതിയ ജനറേഷന് ലഭ്യമാവും. മുമ്പാണെങ്കിൽ ഇപ്പം നമുക്കൊക്കെ പുതിയ സിനിമകൾ കാണുക, ഞാനൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ വന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മൈമാപ്പള്ളിയിൽ പോയിട്ട് CD മേടിക്കണം, അല്ലാതെ ഈ പറയുന്നതിൻ്റെ മാതിരി പൈറേറ്റഡോ അല്ലാത്തതോ ആയിട്ടുള്ള വേർഷൻസ് ലഭ്യമായിരുന്നില്ല. അപ്പം ഈ ഇൻ്റർനെറ്റിൻ്റെ പെനിട്രേഷൻ കൂടിയോട് കൂടിയിട്ട് ഈ യൂറോപ്പിലൊക്കെയുള്ള അല്ലെങ്കിൽ ഹോളിവുഡിലുള്ള പുതിയ സിനിമകൾ നമ്മളെ പിള്ളേർ കണ്ടോളാം. നമ്മളെ പിള്ളേരെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഈ സിദ്ദിഖ് ലാലിൻ്റെ സിനിമകളൊക്കെ അവരുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് ആദ്യം കാണാൻ പോയ സിദ്ദിഖ് ലാലിൻ്റെ പ്രിയദർശന സിനിമയായിരിക്കും. അപ്പോൾ ആ ജനറേഷനിൽ വന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പുതിയ ഭാവുകത്വം മാറിയപ്പോൾ അവർക്ക് പലപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് ഈ ആക്ഷൻ സിനിമകളാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള സിനിമകൾ, മിഷൻ ഇമ്പോസിബിൾ പോലെയുള്ള സിനിമകൾ, ജെയിംസ് ബോണ്ട് പോലെയുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളാണ് ഈ പിള്ളേർക്ക്. അപ്പോൾ ഇവർ ഈ നമ്മുടെ സിനിമയെ കമ്പയർ ചെയ്യുന്നത് ഈ പറയുന്ന കൊടാനുകോടി ഡോളർ മുടക്കിയിട്ടെടുക്കുന്ന ഈ ഹോളിവുഡ് സിനിമയ്ക്ക്. ഹോളിവുഡ് സിനിമേൻ്റെ മാർക്കറ്റ് അന്ന് വേൾഡ് വൈഡാണ്. ഇപ്പോൾ ടൈറ്റാനിക് എന്നുള്ള സിനിമ ഇവിടെ മാത്രം അന്ന് ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ ടൈറ്റാനിക്കാണ്. വേൾഡ് വൈഡ് മാർക്കറ്റാണ്. ഇപ്പോൾ മോഹൻലാൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഇവരെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെറിയ മാർക്കറ്റ് അതിനനുസരിച്ച് സിനിമകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അവരത് നോക്കുമ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ഉള്ള വലിയ ഗുമ്മൊന്നുമില്ല. ഈ പയ്യന്മാർ പിന്നെ ഈ ജിയോ വന്നതോടുകൂടി വളരെ റിവ്യൂ ബേസ് ആയിട്ട് മാറി. ഇവന്മാരെല്ലാം മലയാള സിനിമ എടുത്തു കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ സിദ്ദിഖ് ലാലിൻ്റെയൊക്കെ അവസാനത്തെ സിനിമ പോലും, സിദ്ദിഖിൻ്റെ അവസാന സിനിമ പോലും എന്നെ സംബന്ധിച്ച് ക്വാളിറ്റി വൈസും നല്ല സിനിമയാണ്, കണ്ടുകൊണ്ടിരിക്കുക. അത്ര തമാശ ഇല്ലെങ്കിൽ പോലും.
സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ പടമാണ്. പക്ഷെ അതിനെയൊക്കെ ഇവന്മാർ കൊന്നു കൊല്ല വിളിച്ചോളും. അവരെ ഫുക്രി എന്നുള്ള സിനിമ അതും ഒരു വാച്ചബിൾ മൂവിയായിരുന്നു. സിദ്ദിഖിലാന്ന് കേൾക്കുമ്പോൾ അവന്മാർ എന്താ സിദ്ദിഖ് കേൾക്കുമ്പോൾ എന്താ മോശം സിനിമയാണ്. അത് സിദ്ദിഖിന് മാനസികമായ പ്രയാസം. അത് ഇതൊക്കെ നല്ല സിനിമകളായിരുന്നു. ഈ പയ്യന്മാർക്ക് ഇഷ്ടമല്ലാന്ന് വിചാരിച്ച് ഇവന്മാർ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കും. ഈ ഹൈപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് ആരും സിനിമ കാണാൻ പോവില്ല, അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിച്ച ആളുകൾ പോലും ഒന്ന് പഠിക്കും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാലഘട്ടത്തിൽ എത്തിയോട് കൂടിയിട്ട് ഓൾറെഡി സീരിയൽ സിനിമയ്ക്കൊരു ഭീഷണിയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. മറ്റേ എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് ലഭ്യമായി. ഇപ്പോൾ റീൽസ് പലപ്പോഴും ഫുക്കോവിൻ്റെയൊക്കെ തമാശകളും ഒക്കെ തന്നെ നമ്മുടെ പല സിനിമകളെക്കാട്ടും മുന്നിട്ടെടുക്കുന്ന അവസ്ഥയായി. നമുക്ക് എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥ. പിന്നെ ഓപ്ഷൻസ് കൂടിയോണ്ട് മറ്റ് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് മാറി. അപ്പോൾ സംവിധായകർ ചിന്തിച്ചു ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. ആ അടുത്ത ഘട്ടത്തിലേക്ക് പോയതാണ് ഡാർക്ക് മൂവീസ്. അപ്പോൾ ഈ ആക്ഷൻ മൂവീസ് വരുന്നത്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള മൂവീസ്, ഉദാഹരണമായിട്ട് അങ്കമാലി ഡയറീസ് പോലുള്ള സിനിമകൾ, വളരെ ലോക്കലായിട്ടുള്ള സിനിമകൾ, വളരെ മാർക്കോ പോലുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സിനിമകളും വരുന്നു. അതിന് പറ്റിയിട്ടുള്ള ഇൻ്റർനാഷണൽ ലുക്കുള്ള കുറേ താരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ടാവും. ഇതിനിടയ്ക്ക് പിടിച്ചുന്ന ഒരാളുണ്ട്, അത് പ്രിയദർശനും ജോഷി സാറാണ്. അവർ രണ്ടുപേരും സ്വയം എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ജോഷി സാറിൻ്റെ ഏറ്റവും പാപ്പനും കണ്ടാലും ആൻ്റണി കണ്ടാലും നമുക്ക് ശരിക്കും ഒരു ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീൽ കിട്ടും. അതുപോലെ തന്നെയാണ് ജോഷി അത്രയും ചിരിപ്പിച്ചോ? ഇല്ല, ചിരിപ്പിച്ചില്ല. ആക്ഷൻ മുപ്പര് പണ്ടേ ആക്ഷൻ ആണല്ലോ, മുപ്പര കാലഘട്ടമാണിത്. പ്രിയനാണെങ്കിൽ ഈ ഒപ്പം വന്നകൂടി പ്രിയൻ തമാശ എല്ലാം അതിലുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന മാമുക്കോയും പിന്നെ ഇയാളും കൂടി ചെമ്പൻ വിനോദം കൂടിയുള്ള തമാശ, ആരാണ് കണ്ടത്, അയാൾക്ക് കണ്ണ് കാണില്ല, പിന്നെ നീ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുന്നത്, അങ്ങനെയുള്ള തമാശകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി വേറൊരു ഡയമെൻഷനിലേക്ക് പോയ സിനിമയാണ്. അപ്പോൾ പ്രിയനും അതിൽ പിടിച്ചെന്നു. ജോഷി സാറിൻ്റെ ഏരിയയാണ് ഇപ്പോൾ ഉള്ള സിനിമകൾ. ബാക്കി പലരും അപ്ഡേറ്റ് ചെയ്യാത്ത പലരും ഔട്ടായി പോയി. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്ഡേറ്റ് ചെയ്തിരുന്നത് നിലനിൽക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കൂടെ അമൽനീരദ് വന്നത് അമൽനീരദാണ് ഒരു ബ്രേക്കപ്പ് കൊണ്ടുവന്നത്. അമൽനീരദിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ആ സിനിമ വലിയ ഓട്ടമൊന്നും ഓടിയില്ല, പക്ഷേ ആളുകളുടെ ഇടയിൽ എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത്. എന്നോട് പറയുമ്പോൾ വിളിച്ചതൊന്നും എനിക്ക് ഗംഭീര പടം, ആ ജനലൊക്കെ തുറക്കുന്ന സീന് കാണണമെന്ന്. പിന്നെ അത് മറ്റ് അമൽനീരദിൻ്റെ ഒരു ആരാധകരായിട്ടുള്ള കുറേ ആളുകൾ, ആഷിഖ് അബു ആണെങ്കിലും സമീർ താഹിർ ആണെങ്കിലും ഒരുപാട് ആളുകൾ അങ്ങനെ അമൽനീരദിൻ്റെ അതേ ടൈപ്പിൽ വന്നു. ഇപ്പോൾ ജോഷി സാറിൻ്റെയും പ്രിയൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ അവർ ഏറ്റവും പുതിയ ട്രെൻഡ് ആരെ കയ്യിലാണെങ്കിലും അവരത് കണ്ടുപിടിക്കും. അവർക്ക് അങ്ങനെ ഈഗോ ഇല്ലല്ലോ സിനിമയിൽ. അവർ ഏറ്റവും വലിയ അവർ നിൽക്കാനുള്ള കാരണം ഏറ്റവും പുതിയ ട്രെൻഡ് എന്താണോ അവരത് പഠിച്ചിരിക്കും. ഇനി ഒരുപക്ഷേ ഈ ന്യൂ ജനറേഷൻ പഠിക്കുന്നതിനും അവർ പഠിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പിണറായി വിജയൻ, നരേന്ദ്രമോദി ടൈപ്പ് സിനിമകളാണ് ഇപ്പം വരുന്നത്. അതായത് ഈ പിള്ളേരാണ് ഇപ്പം പ്രധാന ഓഡിയൻസ്. ബാക്കി എല്ലാവരും ഫാമിലി പൊതുവെ OTT-യിലേക്ക് മാറി. ഈ പിള്ളേരാണ് തിയേറ്ററിൽ പോയി പടം ഹിറ്റാക്കുന്നത്. ഈ റിവ്യൂ വായിക്കുന്ന നമ്മുടെ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ കാണുന്നുണ്ട്. ഞാൻ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ട് ഞെട്ടിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ 100 കേൾക്കുകയാണ് അരമണിക്കൂർ കൊണ്ട്. ഞാൻ അശ്വന്ത് കോക്കിൻ്റെ ഇതിന് ഏതോ ചർച്ചയിൽ എന്താ പറഞ്ഞത്, അതിൻ്റെ താഴെ മൊത്തം പിള്ളേർ എന്നെ തെറി വിളിക്കും. അപ്പം ഞാൻ അശ്വന്ത് കൂടി ഉള്ള ചർച്ചയിൽ. അപ്പം ഈ പിള്ളേർ വന്ന് ഹിറ്റാക്കുന്ന സിനിമകൾ, അത്തരം സിനിമകളാണ് ഇപ്പം പൊതുവെ ആളുകൾ. ഇവർക്ക് ബജറ്റ് തിരിച്ചു പിടിക്കണ്ടേ, മുടക്കുന്ന കാശ്. അത്തരം സിനിമകൾ, അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനൊക്കെ പോലെ തമാശ ഇല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമ. ഇനി അതിൻ്റെ അടുത്ത ഒരു ബെഞ്ച് മാർക്കായിരുന്നു മാർക്കോ. ഇനി മലയാള സിനിമയെ നമ്മൾ കാണാൻ പോകുന്നത് കുറേ കാലത്തേക്കെങ്കിലും 2 സ്ട്രീംസ് നമുക്ക് കാണാം. ഒന്ന് ഈ മാർക്കോ പോലുള്ള പാൻ ഇന്ത്യൻ സിനിമകൾ, കുറേ ബജറ്റൊക്കെ കൂടിയിട്ടുള്ള പാൻ ഇന്ത്യ. അത് ഗോപാലേട്ടനാണ് അത്ര സിനിമകൾ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗോപാലേട്ടൻ. പിന്നെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചു ഈ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെയുള്ള ചെറിയ സിനിമകൾ, അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി പോലുള്ള സിനിമകൾ. ഈ 2 രീതിയിലാണ് മലയാള സിനിമ പോകാനുള്ളത്. അപ്പോൾ സൂക്ഷ്മദർശിനിയൊക്കെ തമാശയൊക്കെ ഉണ്ട്. തമാശയിലേക്കാണ് കൂടുതൽ അതിൻ്റെ സസ്പെൻസാണ്. പൊതുവെ എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് ഇഷ്ടം ത്രില്ലറാണെന്ന് തോന്നുന്നു, ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകൾ. പിന്നെ സിമ്പിളായിട്ടുള്ള തമാശകൾ. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളുടെ പോലെ സിമ്പിളായിട്ടുള്ള തമാശകളാണ്. അല്ല ഫുള്ളി റൊമാൻറ്റിക് ആയിട്ടുള്ള ഇപ്പോൾ പ്രേമം പോലുള്ള സിനിമ ഇനി എത്ര കാലം ഓടാൻ ഓടും ഇപ്പം മാർക്കറ്റ് ഉണ്ടാവുമെന്ന് സംശയമാണ്. അതിപ്പം നമ്മുടെ നാടിപ്പം പിണറായി വിജയൻ്റെയും നരേന്ദ്രമോദിയുടെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകും. സിനിമ അങ്ങനെ തന്നെയാണ്. അവരെ പോലുള്ള സിനിമകളാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കോമ്പിറ്റൻസി വേണം എന്ന് വാശി പിടിക്കുന്ന സിനിമകൾ. അത് എനിക്ക് തോന്നുന്നു കൊള്ളാം, നല്ല പോകണം. അതിനനുസരിച്ച് മാറിയ സംവിധാനങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ജോഷി സാറും പ്രിയദർശനും. അല്ല, എന്നാലും ഇതിനകത്ത് അല്പസ്വല്പം തമാശകളുള്ള ചിത്രവും ഇറങ്ങുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞ തണ്ണീർമത്ത ദിനങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ തന്നെ ഒരു ഗുരുവായൂർ അമ്പലം നടയി. പക്ഷേ ഈ തമാശകളുടെ എല്ലാം കാര്യം പണ്ടത്തെ പോലെ കോംപ്ലിക്കേറ്റഡ് തമാശകളല്ല, ആലോചിച്ചിരിക്കുന്ന തമാശകളല്ല, ഫുൾ ടൈം തമാശകളുമല്ല. ഇത് വളരെ സാധാരണമായി നാച്ചുറലായിട്ട് കടന്നു വരുന്ന സിമ്പിളായിട്ടുള്ള തമാശകൾ.
ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു പയ്യനുണ്ട്, എന്താ എന്താ ജാഫർ വി ജമാൽ വി എന്നൊരു ഭവനാണ്. അവനെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പോൾ അവൻ അത്തരം സ്ഥലങ്ങളിലാണ് അവനെ പ്ലേസ് ചെയ്യുന്നത്. അല്ല, പണ്ട് ഇന്ദ്രൻസിനെ നമ്മൾ കാണുമ്പോൾ ചിരിക്കുമായിരുന്നു, ഇപ്പോൾ ഇന്ദ്രൻസിനെ കാണുമ്പോൾ ചിരിക്കുന്നില്ലല്ലോ. കാരണം ഇന്ദ്രൻസും മാറിപ്പോയി. അല്ല, ബോഡി ഷേമിങ് ഇപ്പം മാറി. മാറി. അപ്പം അതിൽ ഇപ്പം ഈ പയ്യൻ്റെ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞത്, അവൻ്റെ ഒരു മാനവസങ്ങൾ അവൻ്റെ എല്ലാം കണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്. അവൻ്റെ ഒരു കാര്യത്തെ അവനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, പേര് ഞാൻ പറഞ്ഞത് എന്ത് വി എന്ന് തോന്നുന്നുണ്ടാവും, മുസ്ലിം പേരാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അത് ബാസിൽ ഇതിനൊരു ഉദാഹരണമാണ്. ഒരു ഭാഗത്ത് ബാസിലും മറ്റു ഭാഗത്ത് ഉണ്ണിയും മുകുന്ദനും. ആ രീതിയിലാണ്. ദുൽഖർ ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ ടോവിനോ തോമസ് പലതരത്തിലുള്ള സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സിനിമകൾ ദുൽഖർ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. അപ്പം പ്രധാനമായിട്ടും ഒന്ന് ബാസിലാണ്. അപ്പുറത്ത് സിമ്പിൾ സിനിമകളുടെ വളരെ സിമ്പിളായിട്ടുള്ള തമാശകൾ, മറ്റേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയത്, അല്ലെങ്കിൽ മുഴുനീള തമാശകളില്ലല്ലോ. അല്ല, പണ്ട് സിനിമ നോട്ടീസ് ഇറങ്ങുമ്പോൾ ബ്രാക്കറ്റ് കൊടുത്തേക്കും അല്ലേ, ഈ മുഴുനീള ഹാസ്യ ചിത്രം. ഇപ്പം അങ്ങനെയല്ല. അപ്പം മുഴുനീള ഹാസ്യ സിനിമ, അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിലാണെങ്കിലും അത് മുഴുനീള ഒരു ഹാസ്യ സിനിമയല്ല അത്. അപ്പോൾ അത്തരം രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഈ പറയുന്ന പോലെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ആക്ഷൻ മൂവീസും, പ്രധാനമായിട്ട് നമ്മുടെ ഇവൻ്റെ ARM ടോവിനോയുടെ, പിന്നെ ദുൽഖറിൻ്റെ അവസാനം വന്ന പക്ഷേ പടം ഫ്ലോപ്പായിപ്പോയി, ഇത് എന്താണ് കൊത്ത, കിങ് ഓഫ് കൊത്ത. പിന്നെ ഈ പറയുന്ന തമാശ ലൈൻ. ഈ തമാശ ലൈനിൽ അധികം പോകുന്നത് പിന്നെയും ഫാമിലി കയറുന്നത്. തമാശ എന്ന് കേൾക്കുമ്പോൾ പിന്നെയും ഫാമിലി പോകുന്നുണ്ട്. പിന്നെ ആ ന്യൂ ജനറേഷൻ പിള്ളേരും അതിന് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് അല്ല തമാശ, വളരെ സ്വാഭാവികമായിട്ട് വരുന്ന തമാശകൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ സിദ്ദിഖ് ലാലിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലെ തമാശകളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വളരെ നാച്ചുറലായി ഫീൽ ചെയ്യാൻ. പക്ഷേ പിന്നെ സിദ്ദിഖ് ലാലിനെയൊക്കെ അനുകരിച്ചുകൊണ്ട് പലരും സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂടിയില്ല. സിദ്ദിഖ് ലാലിൻ്റെ ഒരു പ്രതിഭ അവർക്കില്ലല്ലോ സിദ്ദിഖിൻ്റെ ലാലിന്. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിന് അനുരൂപമായ ഇൻസ്റ്റാ തമാശകൾ, ഇങ്ങനെയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള, അല്ലെ പുതിയ CBSE സ്കൂള്, സ്റ്റേറ്റ് സിലബസ് സ്കൂള്, ഇങ്ങനെയുള്ള രസകരമായ കാര്യം കോൺട്രഡിക്ഷൻസ് വെച്ചുകൊണ്ടുള്ള തമാശകളാണ് പതിവും വരുന്നത്. അതിൽ പക്ഷേ ഡോമിനൻ്റ് ഏതാണ് മലയാള സിനിമ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ആക്ഷൻ മൂവീസാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നു, തമാശ മൂവീസായിരുന്നു. ഇത് ആക്ഷൻ മൂവീസിൻ്റെ കാലഘട്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.